ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും കേട്ട് കാണും, പാനും ആധാറും ലിങ്ക് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഡേറ്റും ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാനും ആധാറും ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനോപ്പറേറ്റീവ് ആണ് പാൻ ആകുന്നത്, ഇനാക്റ്റീവ് അല്ല. ഇനോപ്പറേറ്റീവ് ആയ പാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ ടാക്സ് അടക്കുന്നതിനോ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇനോപ്പറേറ്റീവ് ആണ് പാൻ എങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റീഫണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ റീഫണ്ടിനുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടും എത്ര നാളാണോ ഇനോപ്പറേറ്റീവ് ആയിട്ട് ഇരിക്കുന്നത് അത് കിട്ടില്ല. അപ്പോൾ നിങ്ങളിനി കഴിഞ്ഞ വർഷം പാൻ ഓപ്പറേറ്റീവ് ആയിരുന്ന സമയത്ത് ഫയൽ ചെയ്ത റിട്ടേണിൻ്റെ റീഫണ്ട് ഇപ്പോൾ കിട്ടാനുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പാൻ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ ആ റീഫണ്ട് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതല്ല. ഇതാണ് പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഇത് എമൗണ്ട് തരുന്നവർ പിടിക്കുന്ന TDS അല്ലെങ്കിൽ TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ഇതിനെല്ലാത്തിനും പറയുന്ന റേറ്റ് പാൻ ഇല്ലാത്തവർക്ക് ഉള്ള റേറ്റിലേക്ക് പോകും. അതായത് ഇപ്പോൾ TDS പിടിക്കേണ്ടത് ഒരു പ്രൊഫഷണലിനാണെങ്കിൽ 10% അല്ലെങ്കിൽ കോൺട്രാക്റ്റിനാണെങ്കിൽ 2% ആണെങ്കിൽ പാൻ ഇല്ല എങ്കിൽ അതിന് പകരം 20% ആണ് പിടിക്കുന്നത്. അതേ രീതിയിൽ തന്നെ പാൻ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ 20% ടാക്സ് പിടിക്കും. അതായത് പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. എന്നാൽ അവരുടെ ഫയലിങ്ങും ടാക്സ് അടക്കുന്നതിനുള്ള ബാധ്യതകൾ മാറുന്നുമില്ല.